Hi everyone, welcome to a new video of BioOcean and നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ സെറ്റിൻ്റെ 60 days ചലഞ്ചിലാണ് ആൻഡ് ഇത് 6ാമത്തെ ദിവസമാണ്. നമ്മൾ 6 ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ചലഞ്ച് അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്തു എന്ന് പറയാം. ആൻഡ് ഇന്ന് 6ാമത്തെ ദിവസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് ദ ബയോളജിക്കൽ റിതംസ്. നമ്മൾക്ക് പേപ്പറിനകത്ത് കുറച്ച് ബയോളജിക്കൽ റിതംസ് പഠിക്കാനുണ്ട്. കുറച്ച് അധികം റിതംസ് ഉണ്ട്. സിർക്കാഡിയൻ, സിർക്കാലൂണാർ, ടൈഡൽ, അങ്ങനത്തെ കുറച്ച് റിതംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ റിതംസും അതിൻ്റെ എക്സാമ്പിൾസും ആയിരിക്കും നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക, എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നൊരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് റിതവുമായിട്ട് അസോസിയേറ്റഡ് ആണ് എന്നാണ് പലപ്പോഴും ചോദിക്കുക. അപ്പോൾ എക്സാമ്പിൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ കാര്യങ്ങളിലൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എക്സാമ്പിൾസ് നല്ലപോലെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ട്രിക്കൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടെ വീഡിയോയും ചാനലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് നമുക്ക് രണ്ടാൾക്കും അത് ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മളുടെ ബയോളജിക്കൽ റിതംസ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഏറ്റവും ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ വി ഹാവ് ടു സ്റ്റഡി എ ഡെഫിനിഷനായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. എനി സൈക്ലിക് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് എ ബോഡിലി കെമിക്കൽ ഓർ ഫങ്ഷൻ. നമ്മളുടെ ബോഡിയിൽ കാണുന്ന എന്തെങ്കിലും ഒരു കെമിക്കലിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ്റെയോ ലെവലിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അത് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്നതല്ല, ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കും. സൈക്ലിക്കായിട്ട് ഒരു ടൈം പീരീഡിനകത്ത് റെക്കർ ചെയ്ത് നടക്കുന്ന ഒരു മാറ്റം, അത് കെമിക്കലിലുള്ള മാറ്റമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലുള്ള മാറ്റമാകാം. ഈ മാറ്റങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ റിതംസ് എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിയുടെ സിസ്റ്റംസും അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റുമായിട്ട് അതിനൊരു കണക്ഷനുണ്ട്. ഈ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പല സിസ്റ്റംസിനെയും കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ സിസ്റ്റംസും നമ്മുടെ ഓർഗൻസും സകല സാധനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളുടെ എൻവയോൺമെൻറ്റിനും കുറച്ചൊക്കെ റോൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മളുടെ ബോഡിയുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും തമ്മിൽ എന്തൊക്കെയോ ഒരു കോറിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. പിടികിട്ടിയാൽ ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ ബയോളജിക്കൽ റിതംസ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ബയോളജിക്കൽ ക്ലോക്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ് ക്രോണോബയോളജി എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണം, ക്രോണോബയോളജി എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ ക്ലോക്കിനെ പറ്റി പഠിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഇനി നമ്മളുടെ ബയോളജിക്കൽ റിതംസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേർണൽ ഉണ്ട്. ഇൻറ്റേർണൽ ആയിട്ടുള്ള റിതംസിനെ നമ്മൾ എൻഡോജീനസ് റിതംസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടായിരിക്കുക. നമ്മളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലോക്കാണ് അതിനെ നിയന്ത്രിക്കുന്നുണ്ടായിരിക്കുക. എക്സാമ്പിൾ, നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ഇൻറ്റേർണലി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിനകത്ത് നമ്മളിപ്പോൾ ഒരു തണുപ്പുള്ളൊരു സ്ഥലത്ത് പോയി എന്ന് വിചാരിക്കുക. സപ്പോസ് നമ്മൾ ഷിംലയിൽ പോയി എന്ന് വിചാരിക്കുക. ഭയങ്കര സ്നോഫോളൊക്കെ ഉള്ളൊരു സമയത്ത് നമ്മൾ ചെന്നു, പക്ഷെ ചുറ്റുപാടും തണുപ്പാണെന്ന് വിചാരിച്ച് നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അതിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് എക്സ്റ്റേർണലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണമായിരുന്നു. പക്ഷേ ഇത് ഇൻറ്റേർണലി കൺട്രോൾഡ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒത്തിരി ചൂടുള്ളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് ഈ 37 ഡിഗ്രി സെൽഷ്യസുമായിട്ട് അറ്റപ്പറ്റ് ചേർന്നിങ്ങനെ നിൽക്കും. അല്ല, ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നല്ലാതെ ഒത്തിരി എക്സ്ട്രീമായിട്ട് ടെമ്പറേച്ചർ ഡൗൺ ആവുന്ന സിറ്റുവേഷൻസോ എക്സ്ട്രീമായിട്ട് ടെമ്പറേച്ചർ റേസ് ആവുന്ന സിറ്റുവേഷൻസോ ഇല്ല, ബിക്കോസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് കേട്ടോ. അല്ലാതെ നമ്മൾക്കിപ്പോൾ പനി വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഞാൻ പറയുന്നത് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന നമ്മളായിരിക്കുന്ന ആ ഒരു ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഇതുപോലെ എക്സ്ട്രീം ഡൗൺഫോളോ എക്സ്ട്രീമായിട്ട് ടെമ്പറേച്ചർ കൂടിപ്പോകുന്ന അവസ്ഥകളൊന്നും തന്നെ നമ്മളുടെ ബോഡിക്കകത്തില്ല. അപ്പോൾ ഇൻറ്റേർണലി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റേർണൽ ബയോളജിക്കൽ റിതം എന്ന് പറഞ്ഞിട്ട് അതിനെ വിളിച്ചത്. ഓക്കെ, ഇനി എക്സ്റ്റേർണൽ ആയിട്ടുള്ള റിതം അല്ലെങ്കിൽ എക്സോജീനസ് റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻറ്റേർണൽ സൈക്കിൾസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സ്റ്റേർണൽ ആയിട്ടുള്ള സ്റ്റിമുലൈ അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ആയിട്ടുള്ള സൈക്കിൾസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇൻറ്റേർണലി നമ്മളുടെ ബോഡി നടക്കുന്ന ഏതൊരു കാര്യത്തിനും നമ്മളുടെ ബ്രെയിനിനും അല്ലെങ്കിൽ മറ്റു പല ഓർഗൻസിനും കൺട്രോളുണ്ട്. നമ്മളുടെ ബ്രെയിനിൻ്റെ കൺട്രോളിലല്ലാതെ നമ്മളുടെ ബോഡിയിൽ ഒരു ഓർഗൻ പോലും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ സിങ്ക്രണൈസിങ് വിത്ത് ദ ഇൻറ്റേർണൽ സൈക്കിൾസ് എന്ന് എഴുതിക്കണം. ഇൻറ്റേർണലി നമ്മൾക്കൊരു കൺട്രോൾ ഒബ്വിയസ്ലി ഉണ്ട്, പക്ഷേ അത്
അത് കൂടാതെ എക്സ്റ്റേണലിയും കൂടെ നമ്മൾക്ക് എന്ത് വരുന്നു, ഒരു കൺട്രോൾ വരുന്നു എന്നുള്ളതാണ്. അതിന് എക്സാമ്പിളാണ് ഉറങ്ങുക, എഴുന്നേൽക്കുക. രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലൊക്കെ ഉള്ളൊരു വ്യത്യാസം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പകൽ നമ്മൾ ഉറങ്ങാറുണ്ട്, ഉച്ചയോർക്കൊക്കെ നമുക്ക് പതിവുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒത്തിരി ഗാഠമായിട്ട് ഉറങ്ങുന്നില്ല. നമ്മൾ ഗാഠമായിട്ട് ഉറങ്ങാറുണ്ട് ചില സാഹചര്യത്തിൽ, അത് നമ്മൾ ഒത്തിരി ടയർഡായിട്ടിരിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിലാണ്. പക്ഷേ നമ്മൾ രാത്രി ഉറങ്ങുന്ന പോലെ ഒരു 6-7 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതും അത്ര ഇങ്ങോട്ട് ഭയങ്കര എന്താ പറയുക ഡീപ്പ് സ്ലീപ്പിലോട്ടൊക്കെ നമ്മൾ പകൽ സമയത്ത് പോകലുണ്ടോ? ഇല്ല, ഒബ്വിയസ്ലി ഇല്ല അല്ലേ. അത്ര ലെങ്ത്തിൽ നമ്മൾക്ക് മാക്സിമം ഒരു 4 മണിക്കൂറൊക്കെ നമുക്ക് പകലുറങ്ങാം അല്ലേ. അപ്പോൾ അങ്ങനെ രാത്രി സമയം പകൽ സമയത്തുണ്ടാകുന്ന ഈ ഒരു മാറ്റം, അതിന് കാരണം ഇതിൻ്റെയൊക്കെ ഒരു കൺട്രോൾ നമ്മളുടെ ബോഡിയിൽ തന്നെയുണ്ട്. അതുകൂടാതെ എക്സ്റ്റേണലി ഉണ്ടാകുന്ന മാറ്റങ്ങളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പിടികിട്ടിയോ? അങ്ങനെ 2 ടൈപ്പ് റിതംസാണ് നമ്മളുടെ ബോഡിക്കകത്തുള്ളത്. ഇനി അത് കൂടാതെ അത് യൂഷ്വലി നമ്മളുടെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എന്നുള്ള രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇനി അതല്ലാതെ നമ്മളുടെ ബയോളജിക്കൽ റിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ടൈപ്പാണുള്ളത്. അതിനകത്ത് സിർക്കാഡിയൻ, സിർക്കാടൈഡൽ, ലൂണാർ, സെമി ലൂണാർ, സിർക്ക ആനുവൽ. ഇതിനകത്ത് ഈ സെമി ലൂണാറിനെ പറ്റിയിട്ട് നിങ്ങളുടെ സിലബസിനകത്ത് പറയുന്നില്ല. അപ്പോൾ ലൂണാർ മാത്രം മതി. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തിയപ്പോൾ 5 ഉണ്ട് എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തണു എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ സിർക്കാഡിയൻ ഋതമുണ്ട്, സിർക്കാടൈഡൽ ഋതമുണ്ട്, ലൂണാർ ഋതമുണ്ട്, സിർക്കാനുവൽ ഋതമുണ്ട്. ആ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഒട്ടുമിക്ക കാര്യങ്ങൾ മനസ്സിലായി കാണും അല്ലേ. ജസ്റ്റ് ഇനി എക്സാമ്പിളും കൂടെ പഠിച്ചാൽ മതി. അത്ര സിമ്പിളാണ് ഈ ടോപ്പിക് ആക്ച്വലി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഒബ്വിയസ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിർക്കാഡിയൻ ഋതത്തിൽ നിന്നാണ്. സിർക്കാഡിയൻ ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഫിസിക്കലി, മെൻ്റലി അല്ലെങ്കിൽ ബിഹേവിയറലി ഉണ്ടാകുന്ന മാറ്റം. പക്ഷേ അതിനൊരു പാറ്റേൺ ഉണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു, ഈ റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ നടക്കുന്നതല്ല, റിപ്പീറ്റഡ് ആയിട്ട് ഈ മാറ്റം നടക്കണം അല്ലേ. ഒരു സൈക്കിൾ മാതിരി റിപ്പീറ്റ് ചെയ്ത് നടക്കണം. അപ്പം അതുകൊണ്ട് തന്നെ സിർക്കാഡിയൻ റിതം എന്ന് പറഞ്ഞാൽ 24 അവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയ ദൈർഘ്യത്തിൽ റെക്കറിംഗ് ആയിട്ട് നടക്കുന്ന ഒരു പാറ്റേൺ. അപ്പോൾ അത് ഫിസിക്കലി ഉണ്ടാകുന്ന ഒരു മാറ്റമാകാം, മെൻ്റലി ഉണ്ടാകുന്നൊരു മാറ്റമാകാം, അല്ലെങ്കിൽ ബിഹേവിയറിൽ ഉണ്ടാകുന്നൊരു മാറ്റമാകാം. പിടികിട്ടിയോ? അതിൻ്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 24 അവേഴ്സ്. 24 അവേഴ്സിലാണ് ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് യൂഷ്വലി ഈ ഒരു സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത് നമ്മൾക്ക് പകൽ സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്തിനോടുണ്ടാകുന്ന ഒരു എന്താ പറയുക റെസ്പോൺസ് ഉണ്ടല്ലോ. ഇപ്പോൾ പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ ചില ചെടികൾ, ഇപ്പോൾ സൂര്യകാന്തിനെയൊക്കെ അല്ലെങ്കിൽ തണൽ മരങ്ങളിലൊക്കെയുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. സിമിലർലി നമ്മൾക്കും ലൈറ്റ് ഉള്ളപ്പോഴും ലൈറ്റ് ഇല്ലാത്തപ്പോഴുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ. പകൽ സമയത്ത് നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവാണ്. നിങ്ങൾ പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, മറ്റ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് സൂര്യൻ ഉദിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചിലയിടത്താണെന്നുണ്ടെങ്കിൽ രാത്രി 9 മണി 10 മണി ആയപ്പോൾ സൂര്യൻ അസ്തമിക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളുക. ഒരുപാട് ആളുകൾക്ക് ഈ പുറത്തുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവർക്ക് ദേ ആർ ഹാവിങ് ഡിപ്രഷൻ. വേറെ ഒന്നും കൊണ്ടുള്ള ഡിപ്രഷനല്ല, അവർക്ക് അവരുടെ ലൈഫ് സെറ്റാണ്, ദേ ആർ ഏർണിംഗ് വെൽ, നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഡിഫറെൻ്റ് ആണ്, ദാറ്റ് ഈസ് ഓൾ ഓക്കെ. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ പിള്ളേരെല്ലാവരും സ്കൂളിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിലോട്ട് പോകുമ്പോഴോ ചിലപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് സൂര്യൻ വൈകിയായിരിക്കും ഉദിക്കുന്നുണ്ടാവുക. ഒരു 10-11 മണിയാകുമ്പോഴായിരിക്കും സൂര്യൻ ഉദിക്കുക. പക്ഷെ പുള്ളി പെട്ടെന്ന് സൺസെറ്റ് ആവുകയും ചെയ്യും. ദാറ്റ് മീൻസ് ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സൺസെറ്റ് ആവും. ഇവർ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് മേ ബി ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈവൻ ചില സ്ഥലങ്ങളുണ്ട് 4 മണിക്ക് സൂര്യൻ അസ്തമിച്ചു, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ ഈ ആളുകൾ രാവിലെ സൂര്യനെ കാണുന്നേ ഇല്ല, ഇരുട്ടത്ത് ജോലിക്ക് വന്നു, തിരിച്ചു വരുമ്പോഴും സൂര്യനില്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ളവരിൽ ഒരുപാട് ആളുകളിൽ ഡിപ്രഷൻ ഇപ്പം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഡിപ്രഷൻ ഉണ്ടാകാനുള്ളൊരു കാരണം നമ്മളുടെ ബോഡിക്ക് ലൈറ്റ് ഉള്ളപ്പം ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ടും അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടിട്ടാണ്. അതിപ്പോൾ ഈ മനുഷ്യർക്ക് മാത്രമല്ല പറ്റുന്നത്, മനുഷ്യരല്ലാതെ മറ്റ് ജീവികൾക്കും അങ്ങനെയുണ്ട് അല്ലേ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വവ്വാലും മൂങ്ങ പോലെയുള്ള ജീവികളൊക്കെ പകൽ സമയത്ത് കാണുമ്പോൾ നിങ്ങളെ കിട്ടത്തില്ല അല്ലേ. പകൽ സമയത്ത് ഇവരെ ഇല്ല, അവരെവിടെ പോയെന്ന് പോലും നമുക്ക് അറിയത്തില്ല, ഉറക്കമായിരിക്കും മേ ബി. പക്ഷേ രാത്രി സമയമാകുമ്പോഴത്തേക്കും ദേ ആർ ഗെറ്റിംഗ് ആക്റ്റീവ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പീഷീസ്. പക്ഷെ എന്തായാലും എല്ലാ ജീവികൾക്കും ഇതുപോലെ രാത്രി പകൽ അല്ലെങ്കിൽ ലൈറ്റ് ഉള്ള സമയം ഇല്ലാത്ത സമയത്തിനോടൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ്, നമ്മൾ രാത്രി സമയത്ത് ഉറങ്ങുന്നതും രാവിലെ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ നമ്മൾ അവേക്കായിട്ടിരിക്കുന്നതും കേട്ടോ. അപ്പോൾ
ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ചുറ്റുമുള്ള പല ഓർഗാനിസംസിൽ ഈ സിർക്കാഡിയൻ റിതം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ആൻഡ് അത് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ഈ ലൈറ്റ് ഉള്ളത് ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഇരുട്ട് വെളിച്ചമുള്ള സാഹചര്യങ്ങളുമായിട്ട് കോറിലേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഒരു ഇരുട്ട് സമയം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പകൽ സമയം, ലൈറ്റ് ഉള്ള സമയം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഫോട്ടോ പീരിയോഡിസം. ആൻഡ് ലൈറ്റ് ഉള്ള ഒരു ഫേസിനെ നമ്മൾ ഫോട്ടോ ഫേസ് എന്നും ഇല്ലാത്ത ഫേസിനെ നമ്മൾ സ്കാറ്റോ ഫേസ് അല്ലെങ്കിൽ ആ ഒരു ഇരുണ്ട ഘട്ടം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ ലൈറ്റ് ഇല്ലാത്തതിനെ നമ്മൾ വിത്തൗട്ട് ലൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കും, സ്കാറ്റോ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കലുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഫോട്ടോ പീരിയോഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ എൻവയോൺമെൻറ്റിനകത്ത് ഉണ്ടാകുന്ന ഈ ലൈറ്റ് ഡാർക്ക്നെസ്സിനോടുള്ള ഷിഫ്റ്റിനോടൊക്കെ ഉള്ള ഒരു റെസ്പോൺസ്, അതിനെയാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് വിളിക്കുക. ഫോട്ടോ ദാറ്റ് മീൻസ് ലൈറ്റ് എന്നുള്ളൊരു മീനിങ്. ലൈറ്റ് ഉള്ള ഫേസിനെ ഫോട്ടോ ഫേസ് എന്നും ഇല്ലാത്ത ഫേസിനെ സ്കാറ്റോ ഫേസ് എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് മോസ്റ്റ്ലി ഈ ജീവികളെല്ലാവരും കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കും പകൽ സമയത്ത്. അങ്ങനെ പകൽ സമയത്ത് ആക്റ്റീവായിട്ടുള്ള ആനിമൽസിനെ നമ്മൾ ഡയേണൽ ആനിമൽസ് എന്ന് വിളിക്കും. ഹണി ബി ആൻഡ് അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ചില ജീവികളുണ്ട്, അവർ രാത്രി സമയത്തായിരിക്കും ഭയങ്കര ആക്റ്റീവ് ആവുക. രാത്രി സമയത്ത് ആക്റ്റീവ് ആകുന്നതിനെ നമ്മൾ നോക്ടേണൽ ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. കോക്രോച്ചൊക്കെ അങ്ങനെയാണ്. കോക്രോച്ചൊക്കെ രാവിലെ പകലൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ വരലും പോകലൊക്കെ കാണുന്നത് വളരെ വിരളമാണ് അല്ലേ. ചിലപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതുങ്ങളുടെ പൊത്തിയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പൊടിയെല്ലാം അടിച്ചു മാറ്റുമ്പോഴായിരിക്കും അത് അങ്ങനെ പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുക. അല്ലാത്ത പക്ഷേ രാത്രി സമയങ്ങളിൽ മാത്രം കാണുന്നതാണ് അല്ലേ. അപ്പോൾ കോക്രോച്ച് പോലെയുള്ള ജീവികളൊക്കെ നോക്ടേണൽ ആനിമൽസ് ആണ്. ആൻഡ് ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക, നമ്മളുടെ എർത്തിൻ്റെ ഒരു 24 hours ഒരു റൊട്ടേഷൻ ഉണ്ടല്ലോ, അതുമായിട്ട് ഈ സിർക്കാഡിയൻ റിതത്തിന് ഒരു ബന്ധമുണ്ട്, 24 hour എന്നുള്ളൊരു ടൈമുമായിട്ട്. അപ്പോൾ ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾക്കിതിനെ എന്ത് വിളിക്കാം, സിർക്കാഡിയൻ ക്ലോക്ക് എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കാം. മറ്റു കുറച്ച് എക്സാമ്പിൾസും കൂടെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബോഡിയിൽ ഈ മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോൺ ഉണ്ട്. മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഏറ്റവും കൂടുതൽ കാണുന്നുണ്ടായിരിക്കും രാത്രി സമയത്താണ്. ഈ മെലാറ്റോണിൻ കൂടുമ്പോഴാണ് നമ്മൾക്ക് ഉറക്കം വരുന്നത് ആക്ച്വലി. ആൻഡ് മെലാറ്റോണിൻ കുറയുമ്പോഴാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുക. ശരിക്കും നമ്മൾ ഇപ്പോൾ അമ്മയൊക്കെ വിളിച്ച് എണ്ണിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ ഫാൻ ഓഫ് ചെയ്തിട്ട് പോയ സമയത്തൊക്കെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ശരിക്കും നമ്മളുടെ മെലാറ്റോണിൻ കുറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കച്ചടവൊക്കെ ഉണ്ടാവുക. എന്ന സ്ഥാനത്ത് ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ സാറ്റർഡേ മോർണിംഗ് നമുക്ക് ക്ലാസ്സൊന്നും ഇല്ല, നമുക്ക് എങ്ങും പോകാനില്ല, വി ആർ നോട്ട് ഇൻ എ ഹറി ബറി. നമ്മൾ മെല്ലെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് മെല്ലെ കണക്ക് തുറന്നു വരും. നമ്മളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മളുടെ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ്ലി മെലറ്റോണിൻ എന്ത് ചെയ്ത് പോയി, ഡ്രൂപ്പ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ മെലറ്റോണിൻ വന്നെങ്കിൽ വീണ്ടും രാത്രിയാവണം. അപ്പോൾ മെലറ്റോണിൻ ഒത്തിരി കുറയുമ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് ആ ഒരു ഉറക്കച്ചടവൊക്കെ മാറി നമ്മൾ ഫ്രഷ് ആവുന്നത്. പിടികിട്ടിയോ? ഇനി അത് മാത്രമല്ല, നമ്മളുടെ കേസിലല്ലാതെ ഇപ്പോൾ ഞാനിവിടെ നമ്മളുടെ ഇതുണ്ടല്ലോ പഴങ്ങളിലൊക്കെ ഫ്രൂട്ട്സിലൊക്കെ വന്നിരിക്കുന്ന ഈച്ചയുണ്ടല്ലോ, ഫ്രൂട്ട് ഫ്ലൈ, ഡ്രോസോഫില, അത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക വെളുപ്പ് സമയങ്ങളുണ്ടല്ലോ, ഡോൺ സമയങ്ങൾ, അപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. രാത്രി സമയങ്ങളിലൊക്കെ അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇനി അത് മാത്രമല്ല, ചില സ്ഥലങ്ങളുണ്ട് ഈ ഇരുട്ടത്ത് മാത്രം ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പത്ത് മാത്രം ജീവിക്കുന്നവർ, അങ്ങനെ എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കുന്ന ആളുകളിലും അതുപോലെ തന്നെ ജീവികളിലും ഒക്കെ ഈ സിർക്കാഡിയൻ റിതം കാണാൻ പറ്റും കേട്ടോ. അല്ലാതെ സാധാരണ കണ്ടീഷനിൽ ജീവിക്കുന്നവരിൽ മാത്രമല്ല, ഏത് കണ്ടീഷൻ ആയിക്കോട്ടെ അവരിലെല്ലാവരിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ സിർക്കാഡിയൻ റിതം കാണാനായിട്ട് സാധിക്കും. ആൻഡ് അത് മാത്രമല്ല, ലൈക്ക് ഈ പറഞ്ഞ പോലെ സംടൈംസ് ഈ പറഞ്ഞ പോലെ 24 hour തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ 24 hour കുറച്ച് കൂടുതലാവും, ചിലപ്പോൾ 24 hour കുറച്ച് കുറവായിരിക്കും. ദാറ്റ് മീൻസ് ചെറിയ ഫ്ലക്ച്വേഷൻ ഇങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ 24 hour എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയം, ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ സിർക്കാഡിയൻ എന്ന് പേര് കൊടുത്തത് തന്നെ. സിർക്ക എന്ന് വെച്ചാൽ ഏകദേശം, ആൻഡ് ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എന്നുള്ളൊരു മീനിങ്ങാണ്. ഏകദേശം ഒരു ദിവസം സമയം, അതാണ് ഈ ഒരു ഋതുത്തിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഈ സിർക്കാഡിയൻ റിതം മാത്രമേ നമുക്ക് അത്യാവശ്യം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. കാരണം അതിൽ ലൈറ്റും ഡാർക്കും ഒക്കെ വരുന്നതുകൊണ്ടിട്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ പഠിച്ചു എന്നുള്ളത് മാത്രം. ഇനി നമുക്ക് രണ്ടാമത്തെ ഋതുത്തിലോട്ട് പോകാം. ദാറ്റ് ഈസ് സിർക്ക ടൈഡൽ ഋതം. ടൈഡൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ടൈഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലേ. ഇതും ഒരു ബയോളജിക്കൽ ഋതമാണ്, ഇന്റേണൽ ആയിട്ടൊരു ബയോളജിക്കൽ ഋതമാണ്. ആൻഡ് ടൈഡൽ സൈക്കിളുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഋതമാണ്. ടൈഡ്സിൻ്റെ ഒരു സമയദൈർഘ്യം എന്ന് പറയുന്നത് 12.4 മണിക്കൂർ അല്ലെങ്കിൽ 24.8 മണിക്കൂറത്തെ ഒരു ദൈർഘ്യമാണ് ടൈഡ്സിൽ അല്ലേ. അപ്പം ഓഷ്യൻ ടൈഡ്സിൻ്റെ ആ ഒരു സമയദൈർഘ്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന
പാറ്റേൺസ് ആണ് ഈ സിർക്കാറ്റൈഡൽ റിതംസിനകത്തുള്ളത്. അപ്പോൾ ഈ കടലിൽ നമ്മളുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാവത്തിനനുസരിച്ചിട്ടാണ് ഭയങ്കര ഹൈ ടൈഡും ലോ ടൈഡും ഒക്കെയുള്ള സമയം വരെ. നിങ്ങൾ ജോഗ്രഫിക്കകത്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഹൈ ടൈഡ് ലോ ടൈഡ് എന്നൊക്കെ പറയുന്നത്. ഓഷ്യനിൽ എങ്ങനെയാണോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ ഹൈ ടൈഡ് ലോ ടൈഡ് ഒക്കെ രൂപപ്പെടുക. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റിതമാണ് ഈ സിർക്കാറ്റൈഡൽ റിതം എന്ന് പറയുക. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റംസിൻ്റെ ഒരു വെർട്ടിക്കൽ മൈഗ്രേഷൻ ഉണ്ട്. ഓക്കെ, അതൊരു എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ക്രാബിൻ്റെ ഒക്കെ ലോക്കോമോഷൻ ഈ പറഞ്ഞ പോലെ സിർക്കാറ്റൈഡൽ റിതത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 2 എക്സാമ്പിൾസ് വരുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിതത്തിലോട്ട് നമ്മൾ പോവാണ്. ദാറ്റ് ഈസ് സിർക്ക ലൂണാർ റിതം. ലൂണാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മൂണിനെ ആയിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ ലൂണാർ സൈക്കിളുമായിട്ടായിരിക്കും ഈ റിതത്തിന് കോറിലേഷൻ ഉണ്ടാവുക. ലൂണാർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 29.5 ഡേയ്സിൻ്റെ ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയദൈർഘ്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺസ് അല്ലെങ്കിൽ റിതംസ് ആണ് ഈ സിർക്ക ലൂണാർ റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ മൂണിൻ്റെ ഫേസുമായിട്ടൊക്കെ ഇതിന് എന്തുണ്ട്, കോറിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ മൂണിൻ്റെ ഫേസുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ജീവികളൊക്കെ ഒരുപാടുണ്ട്. ചില മറൈൻ ഓർഗാനിസംസ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്തരത്തിലായിരിക്കും അവരിൽ ഈ പറഞ്ഞ പോലെ റീപ്രൊഡക്ഷൻ, സ്പോണിങ്, ബ്രീഡിങ് പരിപാടികളൊക്കെ ഈ ലൂണാർ സമയത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മറൈൻ ഓർഗാനിസത്തിനകത്തും ചില കോറൽസ്, ഈ ട്രോപ്പിക്കൽ ഏരിയാസിനകത്തൊക്കെ കാണുന്ന കോറൽസ് സ്പോണിങ് ചെയ്യാനൊക്കെ ഈ ലൂണാർ സൈക്കിളിൻ്റെ സമയമൊക്കെ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ അതെല്ലാം ഈ സിർക്ക ലൂണാറിൻ്റെ കാറ്റഗറിയിലായിരിക്കും ആക്ച്വലി പെടുന്നുണ്ടാവുക. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിതം അതാണ് നമ്മളുടെ സിർക്ക ആനുവൽ റിതം എന്ന് പറയുന്നത്. സിർക്ക ആനുവൽ. ഓക്കെ, ആനുവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർഷം, ആ ഒരു മീനിങ് അല്ലേ. അപ്പോൾ ഈ ഒരു റിതം എന്ന് പറയുന്നതും ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ബയോളജിക്കൽ ആയിട്ടുള്ള സൈക്കിൾ അല്ലെങ്കിൽ ക്ലോക്ക് തന്നെയാണ്. ആൻഡ് വൺസ് എ ഇയർ, ഒരു വർഷത്തിൽ എന്നുള്ള ഒരു ടൈം ഫ്രേസാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ദൈർഘ്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന സൈക്കിൾസാണ് ഈ സിർക്ക ആനുവൽ റിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുക. ആൻഡ് ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ ഫോട്ടോ പീരിയോഡിസം അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതിന് കുറച്ചൊക്കെ റോൾ ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. പിടികിട്ടിയോ, കുറച്ചൊക്കെ റോള് ഈ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഫോട്ടോ പീരിയോഡിസം, ഡേ ലൈറ്റ്, അതുപോലെ നൈറ്റ് ടൈം, അതിനൊക്കെ ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആനുവലി റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സൈക്കിൾസാണ് ഇവിടെ വരിക. ആൻഡ് അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പറ്റ് ബീറ്റിൽസിനകത്ത് പ്യൂപ്പേഷൻ നടക്കുന്നതിൻ്റെ റിതം ഈ സിർക്ക ആനുവലിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ബേർഡ്സിൻ്റെ മൈഗ്രേഷൻ, അവർ എല്ലാ ദിവസവും മൈഗ്രേറ്റ് ചെയ്യത്തില്ല, വർഷത്തിലൊരിക്കൽ ഒക്കെയാണ് മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിതം. പിന്നെ അതുപോലെ തന്നെ ചില ജീവികളിലെ ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ ആ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഹൈബർനേഷൻ പാറ്റേൺസും ചില ജീവികളിനകത്ത് ഈ സിർക്ക ആനുവലിൻ്റെ അസോസിയേറ്റ് ചെയ്ത് കാണാറുണ്ട്. സ്പെഷ്യലി സ്ക്വറൽസിനകത്തൊക്കെ സിർക്ക ആനുവൽ രീതിയിലാണ് അവരുടെ ഈ ഹൈബർനേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണലി അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ ടൈമിംഗ് ഡിവൈസാണ്. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ സമയം അറിയാൻ വേണ്ടിയിട്ടൊരു ക്ലോക്ക് ഉള്ളതുപോലെ ബയോളജിക്കലി നമ്മളുടെ ബോഡിയിൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ട്. അതായിരിക്കും നമ്മളുടെ റിതംസും നമ്മളുടെ ആക്ടിവിറ്റീസും സൈക്കിൾസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരാൾക്ക് നോർമലി പീരിയഡ്സ് ഉണ്ടാകുന്നു, ഒരു ലേഡിക്ക് 28 ഡേയ്സിൻ്റെ സൈക്കിളാണ് പീരിയഡ്സ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചേക്കുന്നതാണ്. ഒരുപാട് ഹോർമോണലായിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഒക്കെ ഈ പീരിയഡ്സ് ഫോം ചെയ്യുന്നതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിൻ്റെ ഒരു മേജർ കൺട്രോൾ എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ ക്ലോക്കിനകത്താണ്. ബയോളജിക്കൽ ക്ലോക്ക് സിഗ്നൽസ് കൊടുക്കുമ്പോഴത്തേക്കുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബോഡിയിൽ ഈ ഹോർമോൺസിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നതും പീരിയഡ്സിലോട്ടൊക്കെ അത് ലീഡ് ചെയ്യുന്നതും. പിരീഡിയോ അപ്പോൾ അതിന് ഹോർമോൺസും അതുപോലെ തന്നെ വേറെ കുറേ ഫാക്ടേഴ്സൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളത് മാത്രം. അപ്പോൾ നമ്മുടെ സിർക്കാഡിയൻ റിതംസ് അല്ലെങ്കിൽ മറ്റ് ബയോളജിക്കൽ റിതംസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ളൊരു ടൈമിംഗ് ഡിവൈസ്, അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുക. ആക്ച്വലി ഒരു എന്താ പറയുക, ഡിവൈസ് എന്നുള്ള രീതിയിലൊന്നും നമ്മളുടെ ബോഡിയിലില്ല. പക്ഷെ നമ്മളുടെ ബോഡി ഒരു ക്ലോക്ക് പോലെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ക്രോഡീകരിക്കുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്നുള്ള പേരിൽ വിളിക്കുക. അപ്പോൾ അതിനകത്ത് കുറേ മോളിക്യൂൾസും കെമിക്കൽസും പ്രോട്ടീൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഈ സംഭവങ്ങൾക്കെല്ലാം, ഈ പ്രോട്ടീൻസിനും കെമിക്കൽസിനും അതിനൊക്കെ നമ്മളുടെ ബോഡിയിലെ കോർണേഴ്സിലുള്ള ഈച്ച് ആൻഡ് എവറി കോർണറിലുള്ള സെല്ലുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഈ സെല്ലിന്
സെല്ലിന് വേണ്ടതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും സെല്ലിന് വേണ്ടതായിട്ടുള്ള സിഗ്നൽസും മെസ്സേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവന്മാർ തന്നെയാണ്. അപ്പോൾ എല്ലാ ബോഡി പാർട്സുമായിട്ട് ഇവന്മാർക്ക് എന്തുണ്ട്, കണക്ഷൻ ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഇതിപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളുടെ ചുറ്റുപാടുള്ള മറ്റു ജീവികൾ, ലൈക്ക് ഇപ്പോൾ ചെറിയ ചെറിയ ജീവികൾ, പ്ലാന്റ്സ്, ഈവൻ ഫംഗസ്, മൈക്രോ ഓർഗാനിസംസ്, ഇവരിലെല്ലാത്തിലും ഇത്തരത്തിലുള്ള ബയോളജിക്കൽ ക്ലോക്സ് അവൈലബിൾ ആണ് എന്ന് വേണം പറയാനായിട്ട്. ആൻഡ് സാധാരണ ഒരു ജീവിയുടെ ലോക്കോമോഷൻ, അല്ലെങ്കിൽ ഒരു ജീവിയുടെ റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു ജീവിയുടെ സ്പോണിങ്, ബ്രീഡിങ്, അങ്ങനത്തെ പരിപാടികൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് എനി സോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് അവരിൽ ഈ പറഞ്ഞ ബയോളജിക്കൽ ക്ലോക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഈ ബയോളജിക്കൽ ക്ലോക്കിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ബയോളജിക്കൽ റിതംസും അവൈലബിൾ ആണ് എന്ന് വേണം പറയാനായിട്ട്. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ഉള്ള ഒരെണ്ണമാണ് സെമി ലൂണാർ. അപ്പോൾ ഫുൾ മൂൺ ടൈം എടുക്കില്ല, ഏകദേശം ഒരു ഹാഫ് മൂൺ. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, 24 hours എന്ന് പറഞ്ഞാൽ എക്സാക്ട് 24 hours അല്ല, സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ റോബോട്ടല്ലല്ലോ. അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഈ പറഞ്ഞ എല്ലാ പാറ്റേണിലും ഉണ്ട്. ഓക്കെ, അതിപ്പോൾ ഒരു ആനുവൽ ആണെന്നുണ്ടെങ്കിലും ടൈഡൽ ആണെന്നുണ്ടെങ്കിലും ലൂണാർ ആണെങ്കിലും എല്ലാത്തിലും ചെറിയ വേരിയേഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. ആൻഡ് പക്ഷേ എന്നിരുന്നാൽ പോലും ആവറേജ് ടൈം എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ഈ ഒരു പേരിലൊക്കെ അതിനെ വിളിക്കുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, സിർക്കാഡിയൻ എന്ന് പറഞ്ഞാൽ 24 hours, സിർക്ക ടൈഡൽ എന്ന് പറഞ്ഞാൽ ടൈഡൽ സൈക്കിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നത് 24.8 എന്നുള്ള ഒരു വാല്യൂ ഓർത്ത് വെച്ചിരിക്കുക ടൈഡലിന്. ദെൻ സിർക്ക ലൂണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൂണാർ സൈക്കിൾ 29.5 ഡേയ്സിൻ്റെ ആ ഒരു ലൂണാർ സൈക്കിൾ. ദെൻ സിർക്ക ആനുവൽ എന്ന് പറഞ്ഞാൽ ഒരു ഇയർ, വർഷം മൊത്തം 365 days എന്നുള്ള ആ ഒരു ടേം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. എക്സാമ്പിൾസ് ഒക്കെ നല്ലപോലെ കാര്യമായിട്ട് തന്നെ ഓർക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. റിതംസും ബയോളജിക്കൽ ക്ലോക്കൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ, അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ലാപ്ടോപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ സംഹൗ ട്രൈ ടു മേക്ക് ദീസ് ഓൾ കളർഫുൾ ആൻഡ് അപ്പീലിംഗ് ടു യു. ഐ ഹോപ്പ് ഇറ്റ് വാസ് സക്സസ്ഫുൾ. അപ്പോൾ എനിവേ, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്നവരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കോമൺ ഗ്രൂപ്പ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കും. കുറച്ചുകൂടെ സക്സസ് ഒക്കെ ഞാൻ ലൈക്ക് ഈ ഒരു സീരീസിൽ പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് വൈ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരേക്കും ചച്ച ബൈ ബൈ. താങ്ക് യു.